ചേട്ടാ ഫോൺ ഫോണാ? ഓ റിപ്പോർട്ടറാ. പറഞ്ഞോ മുകുലൻ. നമസ്കാരം സർ. അവര് ഗസ്റ്റ് ഹൗസ്, തേയിലത്തോട്ടം, അങ്ങനെ എല്ലാം ഷൂട്ട് ചെയ്തു സർ. നാളെ കുടം മാത്രം ഷൂട്ട് ചെയ്തിട്ട് വന്നേക്കാം സർ. ഓക്കെ മുകുലൻ. മുകുലൻ ഒരു മിനിറ്റ്, ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ലോറി വർക്ക്ഷോപ്പ് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നല്ലേ? വണ്ടികളൊന്നും ഷൂട്ട് ചെയ്യണ്ട. വർക്കേഴ്സ് എന്തൊക്കെ ജോലി എന്നിട്ട് ഫുൾ ഡീറ്റെയിൽസ് ഷൂട്ട് ചെയ്തേക്ക്. ലോറി വർക്ക്ഷോപ്പിലുള്ള എല്ലാവരെയും ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്തു സർ. ഓക്കെ മുകുലൻ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഇന്ദ്ര പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. പറഞ്ഞോ അമ്മായി. ഇപ്രാവശ്യം നമുക്ക് 5 MP സീറ്റാണ്. ഓ ആയിക്കോട്ടെ. എത്ര വിൽക്കാൻ പറ്റുമോ വിറ്റോ. ശരി അമ്മായി. കഴിഞ്ഞ തവണ ചെയ്ത അതേപോലെ ചെയ്താ പോരെ? ഞാൻ ഏറ്റു. ശരി അമ്മായി. നമസ്കാരം ഏട്ടാ. എന്താണോ MP സീറ്റ് വേണോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഡൽഹിക്ക് പോവാൻ റെഡിയായി വന്നിരിക്കുകയാണല്ലോ. PI ഉണ്ടോ? എല്ലാം ചേട്ടൻ കാരണല്ലേ ഏട്ടാ. മതി മതി. ഗുഡൌണില് പണം ഇറക്കിയല്ലോ അല്ലേ? ഓ എപ്പോഴേ കൊടുത്തല്ലോ. പറഞ്ഞിട്ടുണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പില് നീ MP-യാ, മനസ്സിലായോ? ചേട്ടാ വളരെ സന്തോഷം. ദൈവട്ടാ ചേട്ടൻ അവസാനം സീറ്റ് തന്നടാ. വാടാ. ചേട്ടാ ഫോൺ കേട്ടോ. എന്താടാ? നമ്മുടെ ഗോഡൌണിലേക്ക് ഇൻകം ടാക്സിന്റെ റൈഡ് വരുന്നുണ്ടത്രേ. എന്ത്? നമ്മുടെ ഗോഡൌണിലോട്ടോ? ചേട്ടാ യവന്മാർക്ക് എന്താ നമ്മൾ കൊടുക്കുന്നൊന്നും തികഞ്ഞില്ലേ? ഇതെന്താ അതിശയമായിട്ടുള്ള എന്തോ ഇൻകം ടാക്സ് റൈഡൊക്കെയാന്ന് നമ്മുടെ ഗുഡൌണിലോട്ടെ? നമ്മുടെ ഗുഡൌണിലോ ഇൻകം ടാക്സ് റൈഡോ? ഒന്നും പോടോ. I am coming from income tax office. എന്ത് വേണം? ഇവിടെ കള്ളപ്പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിവരം കിട്ടിയിട്ടുണ്ട്. സെർച്ച് ചെയ്യണം. കള്ളപ്പണോ? അതെ. എന്റെ ഓഫീസറെ, നിങ്ങൾക്ക് എത്രയൊക്കെ കിട്ടിയാലും പോരാ അല്ലേ? ഇതാ കണ്ടോ, എടുത്തോ. ഇത്രയ്ക്ക് കാശുണ്ടായിരുന്നോ? ഇത് സർക്കാരിനുള്ളതല്ല, എല്ലാം നിങ്ങൾക്കുള്ളതാ. ഇത്രയും പണം എന്താ പേടിച്ചു പോയോ? പഴം കണ്ട ആർത്തി മൂത്ത് വരുന്നല്ലേ? ഇതിപ്പോ പഞ്ചാമൃതം ഉണ്ട്, വന്നെടുത്തോ. വാ. ആർക്ക് എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാ എടുത്തോ. മുഴുവനും നിങ്ങൾക്കുള്ളതാ. ഒരു വട്ടം കിട്ടുള്ളൂ സാറേ, വന്നെടുത്തോ. വേണമെങ്കിൽ വാ. നീ വിചാരിക്കുന്ന പോലെയല്ല ഞാൻ. എന്താ ചെയ്യാൻ പോകുന്ന കാണണോ? എന്താ സാറേ ഇത്? മുകളിലുള്ളവരെ വിളിക്കുമായിരിക്കും. ഇവിടുന്ന് എത്ര കൊണ്ടുപോയാലും ശരി, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നിറഞ്ഞു കവിയും. നിന്ന് ഷോ കാണിക്കാതെ ആവശ്യമുള്ളത് എടുത്തോണ്ട് പോ സാറേ. ഞാൻ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓഫീസറാണെന്ന് അറിഞ്ഞിട്ടും എന്നോട് എങ്ങനെ സംസാരിക്കുന്ന അറിയോ? എന്ത് ചെയ്യാം, എന്റെ ഭാര്യ പണപ്രാന്തുള്ളവളാണ്. ഞാൻ റിട്ടയർഡ് ആവാൻ പോവാ. കുറച്ച് എടുത്താലോ? പോയി എടുത്തോ സാറേ. നിക്കേ, തിരക്ക് പിടിക്കല്ലേ. കൂടിയാ മതിയായിരുന്നു. നല്ലവനായ ഓഫീസറാണെന്ന് അറിഞ്ഞു അവരെന്നെ കുടിക്കാലോ. വളരെ സൂക്ഷിക്കണം സാറേ. എന്താ ചുറ്റിന് നോക്കുന്നേ? ക്യാമറയിൽ ഫോട്ടോ എടുത്ത് സാറിനെ കൊടുക്കാൻ പോവാണെന്നാണോ തോന്നിയേ? ഇതുപോലുള്ള ഇടപാട് നടത്തുന്നവരെ CCTV ക്യാമറ വെക്കില്ല. കാരണം അത് അവർക്ക് വലിയ തലവേദനയായി. ശരി, ഡീൽ ഉറപ്പിക്കാം. എത്ര തരും? ആരാടാ നീ? നീ അങ്ങോട്ട് പോ. അവൻ എന്തിയെ ചേട്ടാ? അവൻ ഇവിടെ ഉണ്ട് ചേട്ടാ. 10 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ കാലടിയിൽ ഞാൻ കൊണ്ടിടും. മിണ്ടിയത് മതി, വിളിച്ചോണ്ട് വേണം അവനെ. അയ്യോ എന്റെ വേൽമുരുക ചേട്ടാ, എങ്ങനെയെങ്കിലും അവനെ ഒന്ന് പിടിക്കടാ, നല്ലോണം തരേടാ. ഇന്ന് എന്തൊക്കെയാ ചെയ്യാൻ പോകുന്ന അറിയില്ല. അയ്യോ, സൈൻ വാങ്ങിക്കാൻ മറന്നല്ലോ. മോനെ, എടാ മോനെ. നോൺസെൻസ്. അയ്യോ, വീട് മാറിപ്പോയെന്ന് തോന്നുന്നു. അമ്മാമനോ? എവിടെയോ കേട്ടോ. മോനെ നീയോ? നമ്മുടെ വീടല്ലേ ഇത്? വീടൊക്കെ ശരി തന്നെ. ആരാ ഇവള്? എന്തോന്നാ, നന്നായിട്ട് നോക്ക്. അമ്മാവനോ? ഏത് മുറയാ നിനക്ക് അമ്മാവൻ? നല്ലോണം നോക്കമ്മാവാ. നന്നായിട്ട് നോക്കാൻ പറഞ്ഞാൽ നന്നായിട്ട് അങ്ങ് നോക്കൂ. തന്റെ മോളുടെ പ്രായം ഉണ്ടോ? അതെ, മുത്തഴകി.
മോളെ നീ ജനിച്ചപ്പോ നിനക്ക് ഡ്രസ് വാങ്ങിച്ചാൻ ഓർമ്മയുണ്ടോ? അത് തന്നെയാണ് ഇപ്പോഴും ഇട്ടോണ്ടിരിക്കണേ. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. പുതിയ ട്രെൻഡാണല്ലേ? എല്ലാവരും ആ. ഭാര്യ സുന്ദരിയായിരുന്നാലും കൂട്ടിലടച്ച് വെക്കും. ഞാൻ എന്റെ ഭാര്യ നന്നായിട്ട് പറത്തി വിടുവല്ലേ. ഇതിലെന്താ ഇപ്പൊ തെറ്റ്? ഇത് നല്ലത് തന്നെയാ. ആ മോനെ ഇതിലൊരു കയ്യൊപ്പിട്ടതാടാ. ഡോ, ഇതൊക്കെ പിന്നെ ഇട്ടേക്കാം. ഇപ്പൊ വേറെ ജോലിയുണ്ട്. ദേ, ദേ, മോനെ മോനെ നാളെ ഒരു കയ്യെടുത്ത്. കഴിയുമോ? ഹായ് ബ്രോ, നമുക്ക് പോയാലോ? നമ്മുടെ ആളാണെന്ന് തോന്നുന്നില്ലേ? ആ, നമ്മുടെ ആള് തന്നെ. ചിരിക്കുന്നുണ്ടല്ലോ. ഇതെന്ത് പറ്റി? വർക്കൗട്ട് ആയെന്നാ തോന്നുന്നേ. ഓ, ഇവനെയാണോ നോക്കിക്കൊണ്ടിരുന്നേ? പക്ഷെ ഇവൻ ഇവിടെ നോക്കത്തില്ലല്ലോ. ഇപ്പൊ അവന് നോക്കുന്നുണ്ടല്ലോ. എന്നടാ പുതിയ ശീലങ്ങളൊക്കെ? ഉണ്ടായിരുന്ന ഒരു ഓപ്ഷനും പോയാലോ? നമ്മളാണല്ലോ തേടി പോവാറ്, ഇപ്പൊ നമ്മളെ തേടി വന്നിരിക്കുന്നു. ഹായ്, എന്നെ നിനക്ക് ഇഷ്ടമാണോ? നിങ്ങളെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അറിയാമല്ലോ. ഐ ലവ് യു. ഐ ലവ് യു. എന്റെ സ്ഥലത്ത് നീ ചെലവച്ച് എന്നെ ടെൻഷൻ ആക്കിയല്ലേ? ഞാൻ നിന്നെ എന്ത് ചെയ്യും നോക്കോടാ. നോക്കടാ വാടാ. അവൻ വെക്കുന്ന സ്ഥലത്ത് ഞാൻ ഗണപതിയുടെ ശല വെച്ചില്ലേ? ആ ദേഷ്യത്തിലാ അവനിപ്പോ വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാനൊരു പണി കൊടുക്കും. അവൾക്ക് അവൻ ഇഷ്ടമൊന്നുമല്ല, പക്ഷെ ഇഷ്ടമുള്ളതുപോലെ അഭിനയിക്കുക. എന്താണെന്നറിയാവോ? നമ്മളോടുള്ള പ്രതികാരം. അതുകൊണ്ടാ വെച്ചിട്ടുണ്ട്. ഞാൻ അവന് കൊടുക്കാൻ പോകുന്ന പണിയിലുണ്ടല്ലോ, അവൻ ഈ സ്ഥലം വിട്ട് ഓടി പാടില്ല ബ്രോ. സാറ് വല്ലോ വർക്ക് ഉണ്ടെങ്കിൽ അവന് ഓഫീസിൽ ഇട്ട് കൊടുത്താൽ കുറച്ച് ഹെൽപ്പ് ആയിരിക്കും. നമ്മുടെ ഓഫീസിലോ? അതെ, നമ്മുടെ ഓഫീസിലാണ്. ശരി, അവനോട് വരാൻ പറഞ്ഞേക്ക്. ജനങ്ങളോട് സ്നേഹമില്ലാത്ത നമ്മുടെ ഏരിയയിൽ എനിക്കെന്ത് വിലയാ? എല്ലാരും നോക്കി നിൽക്കുമ്പോ എന്നെ ചാടിച്ചാടിയാടാ അവൻ കയറി അടിച്ചേ. അതെ ബ്രോ, അവന് നമുക്ക് തിരിച്ചടിക്കണം ബ്രോ. വെറുതെ ജോലിക്ക് പോടാന്ന് പറഞ്ഞോണ്ടിരുന്ന ഇനിയിപ്പോ എന്താ ചെയ്യാ? അങ്ങനെ പറഞ്ഞതല്ലേ. ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്യാനൊന്നുമല്ല പോകുന്നത്, റിസൈൻ ചെയ്യാനാ പോകുന്നത്. വന്നിട്ട് കാണിച്ചുതരാം ഞാൻ ആരാണെന്ന് അവനെ അറിയില്ല. റോട്ടിൽ കിടന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കാതെ എന്റെ അടുത്ത് മാക്കറ്റ് കയറണോ? ഏയ് സുമി, മറ്റേ ചാനലിലുള്ള പ്രോഗ്രാം ഒന്നും ശരിയല്ല. ബ്രോ, ഈ ഓണറുടെ റൂം എവിടെയാ? ഓണർ റൂമോ? അതാ മോനെ ഈ TV കമ്പനിയുടെ ഓണർ. ഓ, MD റൂമോ? ഓണർ എന്ന് വെച്ചാ MD എന്നാണ്. അതുപോലും അറിയില്ലേ. MD തന്നെയാ. അങ്ങനെയാണോ? ഓണർ എന്ന് വെച്ചാൽ MD എന്നാണോ? ഇത് നമ്മുടെ ടീച്ചർ പഠിപ്പിച്ചെന്നില്ലല്ലോ. നമ്മുടെ ഏരിയയിൽ പോയ ഉടനെ ഇതിനെ കുറിച്ച് മദർ ടീച്ചറിന്റെ അടുത്ത് ചോദിച്ചേ തീരൂ. നിക്ക്. ആരാ നീ? ആരാ നിന്നെ അകത്ത് വിട്ടത്? എവിടെ പോണു? ആരെ കാണാൻ പോന്നു? MD കാണാനാ പോകുന്നത്. MD എന്റെ അടുത്ത് പറയാതെ നിന്റെ അടുത്ത് മാത്രം പറയോ? ശരി, നീ കൊറിയർ ഇടുന്ന പയ്യനല്ലേ? അല്ലല്ലോ. വാട്ടർ ക്യാൻ ഇടുന്നോ? നീ എന്താ ഇടുന്നേ? എന്നെ കണ്ട മനുഷ്യനായിട്ട് തോന്നുന്നില്ലേ? എന്താ കളിയാക്കുവാണാ? നീ കടൽ കണ്ടിട്ടുണ്ടോ? കാശിമേട് കണ്ടിട്ടുണ്ടോ? ഓർത്തു കളയുന്നെ. നമ്മളെയാണ് കളിയാക്കുന്നത്. പോയ നിന്നെ ഞാൻ വിട്ട് കളയാ മോനെ. സാർ നമസ്കാരം സാറേ. ആ വാടോ, നീ വിനോദിന്റെ അനിയനല്ലേ? അതെ സാറേ. ആ, എന്താ ചെയ്യുന്നത്? സാറേ ഞാൻ വലിയ ഫുട്ബോൾ പ്ലെയറാ. ഐ എം വെരി ബിസി ഷെഡ്യൂൾ സാറേ. മോർണിംഗ് ഞാൻ പോയി പ്രാക്ടീസ് ചെയ്യും, ഈവനിങ് ഞാൻ പോയി എന്റെ ആളെ കാണും. ഞാൻ ചിരിച്ചോണ്ടിരിക്കും, പക്ഷെ അവൾ എന്നെ തുറച്ചു നോക്കും. എങ്ങനെയെങ്കിലും എനിക്ക് അവളെ കേട്ട് ഞാൻ സെറ്റിൽ ആവണം. ഇതാണ് സാറേ എന്റെ ആഗ്രഹം. നല്ല അംബീഷൻ തന്നെയാ സാറേ. ഈ ജോലിയൊന്നും എനിക്ക് സെറ്റ് ആവത്തില്ല. ചേട്ടൻ അടുത്ത് പറഞ്ഞേക്ക്. ഞാനും അത് തന്നെയാ പറയാൻ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു സാറേ. പോടേ. സക്സസ് എടുത്തു ഫുട്ബോൾ പ്ലെയറാ ഞാൻ. എന്റെ അടുത്ത് പോയി ക്യാമറ തുടക്കാൻ പറയുവാണോ? നിക്കേ, ഇപ്പൊ അങ്ങോട്ടാ പോണേ? നിനക്ക് ലെഫ്റ്റ് എൻട്രി, ഇങ്ങോട്ട് പോ. ക്യാമറ റൂം ഇതിനകത്തല്ലേ? ക്യാമറ റൂം ഇവിടെ തന്നെയാ. നീ പോവേണ്ടത് പുറത്ത്, അങ്ങോട്ട് പോ. നിന്റെ MD എന്നെ ജോലിക്ക് ചേർത്തറ. ഞാൻ എല്ലാം കേട്ടു. നിന്നോട് ഒരു പുറത്തല്ലേ പോവാൻ പറഞ്ഞേ? അകത്ത് ക്യാമറമാൻ മഹേഷ് ഉണ്ടാവും. ആ ക്യാമറ എല്ലാം തുടച്ചു വെച്ചേക്ക്. ഞാനാ? ഡേയ് പോടേ. എന്താന്നറിയത്തില്ലല്ലോ, വഴക്ക് പറഞ്ഞോണ്ടിരിക്കുവാണല്ലോ. ഒളിച്ചിരുന്ന് കേൾക്കുവാണെങ്കിലേ 2 കാതും കേൾക്കും. ഞാൻ ആരാണെന്ന് അറിയാതെ എന്തത് കൺഫ്യൂഷൻ ആയല്ലോ. എടാ മോനെ, എന്താ നിനക്ക് ഒരു ചാനൽ വർക്കിന് പറ്റിയ പയ്യനെ സെലക്ട് ചെയ്യാൻ അറിയില്ലേ നിനക്ക്? അവനെ കണ്ടാലേ ട്രെയിനിലും ബസ്സിലും പോക്കറ്റ് അടിക്കണ പയ്യന്റെ മാതിരിയുണ്ട്. കാതിൽ കമ്മലിട്ടിട്ടുണ്ട്, കഴുത്തിൽ ചെയിനിട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണു. നീ എന്തോന്ന് ചിറ്റപ്പ? എന്താ നീ എല്ലാ ദിവസവും ചിറ്റപ്പൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലോ? ദേഷ്യമായിട്ടുണ്ട്. ഞാൻ ജ്യൂസ് എടുത്തിട്ട് വരാം. പയ്യനാടാ നിന്റെ വാലെന്റെ അടുത്ത് ആട്ടണ്ടടാ. ഞാൻ നിന്നെ തൊടാതെ തന്നെ ഊതുവടാ നിനക്ക് ശങ്ക്. മോനെ, ഇനി നീയാണ് എനിക്ക് എന്റർടൈൻമെന്റ്.